ആകലോകകാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിയോതി പൂരണ വിത്തൊളി യാ റസൂലേ. ആകലോകകാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിയോതി പൂരണ വിത്തൊളി യാ റസൂലേ. ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം. ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം. വീര്യമുള്ള മനുഷ്യത്വം വേരറുത്ത സമയത്തിൽ എത്തി മരുഭൂമി മക്ക നാട്ടിൽ ആശിം ഖുറൈശി വീട്ടിൽ അലങ്കാര മുഹമ്മദ് തോന്നൊളിവാലെ. ആകലോകകാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിയോതി പൂരണ വിത്തൊളി യാ റസൂലേ. അന്ധത എന്ന അഹങ്കാരം അക്രമവും വ്യഭിചാരം. അന്ധത എന്ന അഹങ്കാരം അക്രമവും വ്യഭിചാരം. അന്ധസുറ്റ പരിഹാരം ആക്കി നാട്ടിൽ സത്യാചാരം കാട്ടി കലിമാ വിരലത് നീട്ടി വിജയാ കൊടിയും നാട്ടി കറയറ്റ സൽഗുണ മാർഗ റസൂലേ. ആകലോകകാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിയോതി പൂരണ വിത്തൊളി യാ റസൂലേ. അന്ത്യലോക പ്രവാചക അമ്പിയാക്കളില്ലധിക. അന്ത്യലോക പ്രവാചക അമ്പിയാക്കളില്ലധിക. വൻപദവിയുള്ള താജുൽ അമ്പിയ മുസ്തഫ തോഹ വിത്ത് ലോകൈക റഹ്മത്ത് ലോചനമണി മുത്ത് സർവോരിലും ഉന്നത സാക്ഷി റസൂലേ. ആകലോകകാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിയോതി പൂരണ വിത്തൊളി യാ റസൂലേ. ആകലോകകാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിയോതി പൂരണ വിത്തൊളി യാ റസൂലേ. താങ്ക് യു ഇക്ബാൽ.
यही डूबे दिल मेरे, यही होते हैं सवेरे, यही मरना और जीना, यही मंदिर और मदीना। यही डूबे दिल मेरे, यही होते हैं सवेरे, यही मरना और जीना, यही मंदिर और मदीना। तेरी गलियां गलियां तेरी गलियां मुझको भावे, गलियां तेरी गलियां, तेरी गलियां गलियां तेरी गलियां हो यूं तड़पावे, गलियां तेरी गलियां। तू मेरी निगाहों में सोता है, तू मेरे अश्कों में रोता है, सरकशी सी है ख्यालों में, तू ना हो फिर भी तो होता है सलाम। तू मेरे दर्द का मेरे दिल की दुआएं हैं,
പഠിച്ചോനെ, എന്റെ മോളി ലൈലാക്കുന്നൊരു ആലോചനയായി വരാന്ന് പറഞ്ഞിട്ട് ആ മൂന്നാനെ കാണുന്നില്ലല്ല. ഈ പെരട്ട മൂന്നാന്റെ ഒരു കാര്യം ഏറ്റ കൃത്യസമയത്ത് എത്തൂല. ഇനിയിപ്പോ വരാണ്ടിരിക്കോ? ഒന്ന് വിളിച്ചോക്കാന്ന് വെച്ചാ ഹിമാറിന് ഫോണും ഇല്ല. വിളിക്കണ്ട നമ്മൾ എത്തിയേക്കണേ. അല്ല മൂന്നാനെ, ഈ എന്താ ഇത്ര വൈകിയത്? ആ വരുന്ന വഴിക്ക് വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറായി. അപ്പൊ സ്റ്റെപ്പിനില്ല അതിനാ? സൈക്കിളിന് എവിടെ സ്റ്റെപ്പിന്? അന്നെ കാണാത്ത ടെൻഷനില്ലേ നമ്മളിങ്ങനെ ഉലാത്തേന്. ഇങ്ങള് വെറുതെ ടെൻഷൻ അടിച്ച് ഓലത്തണ്ട. ഇജ്ജ് ആ തിയേറ്ററിന്റെ അടുത്ത് കറങ്ങി നടക്കണെന്ന് പിള്ളേര് പറഞ്ഞ്. ആ അത് ഞാനൊരു മാറ്റിലേക്ക് പോയതാ. അത് ശരി, നമ്മൾ വിചാരിച്ച് ഇജ്ജ് പല സിനിമക്ക് പോയതാന്ന്. അതൊക്കെ പോട്ടെ, ചെക്കനെവിടെ? ഇങ്ങള് ബേജാറാവാതിരിക്ക്, ചെക്കൻ 4:15 ഇവിടെ എത്തും. ചെക്ക് 4 കാലില് വരുന്നോ? 4 കാലിലല്ല, 4:15. വാ അബുദാബിന്ന് വരില്ലേ? അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും. ഓൻ വിളിക്കുമ്പോ പറന്ന് വരും. വിളിക്കുമ്പോ പറഞ്ഞു വരാ. ഇവനെന്താ കാക്കിയും കൊക്കൊന്നുമല്ല, അവൻ നല്ല 1ാം ക്ലാസ് ചെക്കനാ. 1ാം ക്ലാസ് ചെക്കനാന്ന് പറഞ്ഞ് ഇന്നാള് കൊണ്ടുവന്ന ചെക്കന് 1ാം ക്ലാസ് പോലും കണ്ടിട്ടില്ല. ഇരുമ്പും മുതലും ഞമ്മക്ക് പൊടിപ്പതും വേണം. ഇവന് ഓക്കെയാണെന്ന്. എന്ത് ഓക്കെയാണ്? ലൈലാക്കി ഇന്നാള് കൊണ്ടുവന്ന ചെക്കനെ കുറിച്ച് എന്താ പറഞ്ഞത്? 2 ഏക്കർ പറമ്പ് കാണിച്ചിട്ട് ഇതിൽ ഒരു ചെക്കനുള്ളതാണ്. നമ്മൾ അന്വേഷിച്ചപ്പോ അതൊരു പള്ളിപ്പറമ്പാണല്ല. ഞമ്മള് പറഞ്ഞില്ലെന്താ തെറ്റ്? ആ പള്ളിപ്പറമ്പിൽ ഒരു ഓരി, അത് ഓൻക്കുള്ളതല്ലേ? ഓനും ആ മഹല്ലുകാരനല്ലേ? ഈ ചെക്ക അങ്ങനെ വല്ലതാണാ? ഇവരെ പറ്റി മോശമായിട്ട് നമ്മളൊന്നും പറയില്ല. എന്നിട്ട് വേണം വൈകുന്നേരം ഓൻ കള്ളു കുടിച്ചു വന്ന് നമ്മളായിട്ട് തന്നെ. പറഞ്ഞു തീർന്നില്ല, നമ്മളെ ചെക്കൻ വന്നല്ലോ. ഇതെന്താ ചെക്കന് മുടന്തുണ്ടാ? മുടന്തൊന്നുമല്ല, ഷൂസിനടിയിൽ ഒരു ചൂയിങ്ക ഒട്ടിയതാ. ഞാനൊരു ലേശം വൈകി പോയത് കൊണ്ടാ താമസിച്ചത്. അതെ ബീരാന്, ഉള്ളത് പറയാലോ, ഇതുപോലൊരു തങ്കപ്പെട്ട ചെക്കൻ നിങ്ങൾക്ക് ഈ നാട്ടിൽ കിട്ടൂല. ഇത് തങ്കപ്പെട്ടന്റെ ചെക്കനാണോ? തങ്കപ്പെട്ടന്റെ ചെക്കനല്ലാതെ തങ്കപ്പെട്ട ചെക്കൻ. ഇവരൊക്കെ ആരാ? ഇതാണ് പെണ്ണിന്റെ ബാപ്പ. ഹായ്, മൈ ഫ്യൂച്ചർ ഫാദർ അല്ലോ. ഹൗ ആർ യു ഡാ? ബാപ്പാനൊക്കെ ഇനി ഡാന്ന് വിളിക്കുന്നോ? ഞങ്ങൾ വിദേശത്തുള്ളവരൊക്കെ അങ്ങനെയാ. ആണുങ്ങളെ ഠാന്നും പെണ്ണുങ്ങളെ ഠീന്നും വിളിക്കും. അപ്പൊ ആണും പെണ്ണും കേട്ടോ നിങ്ങൾ എന്ത് വിളിക്കും? ഠാ ഠീന്ന് വിളിക്കും. അതൊക്കെ പോട്ടെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പിന്നെ ബീരാനെ, ഞാൻ ഇന്നാള് കൊണ്ടുവന്ന യൂനിസ് എന്ന് പേരുള്ള ചെക്കനോട് നിങ്ങൾ ഓൻ്റെ ഇലിമ നോക്കട്ടെ എന്നും പറഞ്ഞു ഓനെ കൊണ്ട് യൂനിസ് സൂറത്ത് ഓദിച്ച്, അത് മുടങ്ങി. യൂസഫ് എന്ന് പേരുള്ള ചെക്കനെ കൊണ്ട് യൂസഫ് സൂറത്ത് ഓദിച്ച്, അതും മുടങ്ങി. അതൊന്നും പറഞ്ഞാ പറ്റൂല. ഈ ചെക്കന്റെ ഇൽമ നമുക്ക് നോക്കണം. ഇവന്റെ പേരെന്താ? അത് പിന്നെ എന്റെ പേര് യാസീൻ എന്നാണ്. പക്ഷെ ഇന്നെല്ലാരും കുൽഹുവല്ലാഹു എന്നാണ് വിളിക്കുന്നത്. ഞമ്മക്ക് ചെക്കന്റെ സ്വഭാവത്തെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. അതെന്താ അന്വേഷിക്കാനാ? പറഞ്ഞു കൊടുക്കുമോനെ. സൂര്യനുദിച്ചതങ്ങുച്ചിയിലെത്തുമ്പോൾ ഉണരണതാണെനിക്കിഷ്ടം. ചായ എന്നെഴുതിയതിൻ്റെ ഇടയിൽ രാ ചേർത്ത് അത് മോന്തണതാണെനിക്കിഷ്ടം. പല്ലുതെ പൂങ്കുളിയും പോലൊരു സംഭവം ഒരുപാടു നാളുകൾക്കിടയിൽ ഞാൻ ഇന്നലെ ചെയ്യാൻ ശ്രമിച്ചതു സത്യം. കോൾഡു പിടിച്ചു കടന്നതോ മിച്ചം. ഇനി മേലിൽ ചെയ്യില്ല സത്യം. പിന്നെ ചെക്കൻ ചീട്ട് കളിക്കൂല, ബീഡി വലിക്കൂല, കള്ള് കുടിക്കൂല, ഹാൻസും വെക്കൂല. പാൻസും ഇടൂല. പാൻസ് അല്ല, ഹാൻസും വെക്കൂല. ഹാൻസും വെക്കൂല. നിങ്ങൾ സംസാരിച്ച സമയം കളയാതെ പെണ്ണിനെ വിളിക്ക്. പെണ്ണെവിടെ? അവള് കുളിക്കാണ്. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. അവന് കല്യാണം കഴിക്കാൻ ധൃതിയായെന്ന്. അതെന്താ ചെക്കൻ ഇങ്ങനെ? അവന് മുതിരാണോ നിങ്ങൾ തിന്നാൻ കൊടുക്കല്? ചെക്കന്റെ സ്വഭാവം വെച്ച് നോക്കിയാ പെണ്ണിനെക്കാളും മാറ്റി പെണ്ണിന്റെ തള്ളക്കാണെന്നാ തോന്നണേ. എനിക്കങ്ങനെ അഹംഭാവമൊന്നുമില്ല. പെണ്ണേതായാലും സ്ത്രീധരം നന്നായാ മതി. എന്നാ പിന്നെ നേരം കളയണ്ട, പെണ്ണിനെ വിളിക്കാം. മോളെ അയില, മോളെ ലൈല.
ചുറ്റി പ്രായം കഴിഞ്ഞു നിന്നെ കെട്ടാനൊരു കോന്തനിതാ വന്നു നിന്നെ കെട്ടാനൊരു കോന്തനിതാ വന്നു മോനെ പെണ്ണെങ്ങനെയുണ്ട്? വാവ്, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണാറുള്ള അതേ മുഖം, അതേ പൊക്കം, അതേ വണ്ണം. അപ്പൊ ഈ എന്താണ് കയ്യിൽ ടേപ്പും വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്? സ്വപ്നത്തിലുള്ള അളവെടുക്കാന് അനക്ക് പെണ്ണിനെ പിടിച്ചാ? പിടിച്ചോന്നോ? മണവാട്ടിൽ